സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ചാർലി തോമസ് ജയിൽ ചാടിയതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ്, 2 APOമാർ, നൈറ്റ് ഓഫീസർ എന്നിവരെ സസ്പെൻഡ് ചെയ്യും. ഉത്തരമേഖല ജയിൽ DIG ഉത്തരവിറക്കും. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സൗമ്യ വധക്കേസിലെ കുറ്റവാളിയായ ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത് പോലീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും? പോലീസ് വകുപ്പിന് ഇത് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജയിൽ മേധാവി ADGP ബൽറാം കുമാർ ഉപാധ്യായ കണ്ണൂരിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഈ ജയിൽ വകുപ്പിനെ ഏറ്റവും അധികം വലിയൊരു നാണക്കേടിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ണൂരിലുള്ള സമയത്ത് പോലും ജയിലുകളിൽ കൃത്യമായ പരിശോധനയോ സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് വഴിവെക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് അതീവ സുരക്ഷയിൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിനെ, പ്രത്യേകിച്ച് ഇത്ര വലിയൊരു കേസാണ്, കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അതിൽ പ്രതിയായ ആളെ ഇത്തരത്തിൽ അതീവ സുരക്ഷയിൽ പാർപ്പിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം ഉണ്ടായിട്ട് കൂടി വളരെ ലാഘവത്തോടെ ആ വിഷയങ്ങൾ കണ്ടു എന്നതുകൂടിയാണ് ഇയാളുടെ ജയിൽ ചാട്ടം തെളിയിക്കുന്നത്. കാരണം ജയിൽ ചാട്ടം പുലർച്ചെ ഉണ്ടാകുന്നു. അതിനു മുൻപ് അവിടെ റോന്തുചിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യമായൊരു നിരീക്ഷണം അവിടെ നടത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇയാൾ ജയിൽ ചാടാൻ ഉപയോഗിച്ച മാർഗങ്ങൾ, അതിനായി ഈ പറയുന്ന മതിലുകൾ ചാടിക്കടക്കാൻ ഉപയോഗിച്ച തുണി കൊണ്ടുള്ള കയർ പോലെയാക്കി മാറ്റിയ സംഭവം, ഇതൊക്കെ കൃത്യമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ അല്ലെങ്കിൽ ജയിലിനുള്ളിലെ നിരീക്ഷണത്തിന്റെ വീഴ്ചകളായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായതായി ജയിൽ മേധാവി തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത്രയധികം ഒരു വ്യക്തമായ ആസൂത്രണം നടത്താൻ പോലും ഈ ചാർലി തോമസിന് കഴിഞ്ഞു എന്നുള്ളതും ഈ നടപടികളുടെ പിന്നിലുണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട്. എന്തായാലും കണ്ണൂർ റേഞ്ച് DIG സംഭവം വിശദമായി അന്വേഷിക്കും. ഈ വിവരം അറിയാൻ വൈകിയതടക്കം ഈ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരടക്കമുള്ളവർ ജയിലിൽ ഉണ്ടായിട്ടും, നിരീക്ഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ ജയിലിൽ ഉണ്ടായിട്ടും കൃത്യമായി നടക്കാതെ പോയത്, CCTV അടക്കം കൃത്യമായി പ്രവർത്തിക്കാതിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കാൻ തന്നെയാണ് നീക്കം. ഇപ്പോൾ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ, അതോടൊപ്പം തന്നെ 2 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ്, ഒരു നൈറ്റ് വാർഡൻ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് പോയിട്ടുള്ളത്. ഈ സസ്പെൻഷൻ ഉത്തരവ് ഉത്തരമേഖല ജയിൽ DIG അല്പസമയത്തിനകം പുറത്തിറക്കുമെന്നും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.